പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രാണനായി പതിയിരിക്കുന്ന ശത്രുവുള്ള ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ഇടവിടാതെ നമ്മോട് പൊരുതുന്ന ശത്രുവുള്ള ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഭയം നമ്മളെ ഗ്രസിക്കാറുണ്ട്, അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൽ ആശ്രയിക്കുക, അത്രമാത്രം. ഭയപ്പെടുന്ന നാൾ നമുക്ക് വരും, എന്നാൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഇന്ന് രാവിലെ കാലത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 56:8 നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, നീ കരഞ്ഞ് 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 നിൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഓരോ പ്രാവശ്യവും നീ കരയുമ്പോഴും ഈ 56-ാം സങ്കീർത്തനത്തിലെ വാക്യം പറയുന്നത്, നിൻ്റെ കണ്ണിൽ നിന്ന് സ്പില്ല് ചെയ്യുന്ന ആ കണ്ണുനീരുണ്ടല്ലോ, അത് വെറുതെ താഴേക്ക് പോവല്ല. സ്വർഗത്തിലെ ദൈവം അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നോട്ട് വൺ സ്ലിപ്സ് പാസ്റ്റ് ഹിം. ഒരു തുള്ളി പോലും സ്ലിപ്പ് ചെയ്ത് മാറിപ്പോയിട്ടില്ല കേട്ടോ. പഴയ കാലത്ത് വലിയ ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കൊച്ചു ബോട്ടിലിനകത്ത് അവരുടെ ടീയേഴ്സ് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിച്ചു വെക്കും. എന്നിട്ട് അതെന്താ സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരുടെ ഡീപ്പ് ഇമോഷൻ ആൻഡ് റിമെമ്പറൻസ്, അതിനു വേണ്ടി അവരത് കളക്ട് ചെയ്ത് അങ്ങനെ വെക്കുന്നത്. ആ ഇമേജാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യം പറഞ്ഞപ്പോൾ പവർഫുള്ളായിട്ടുള്ള ഒരു സംഗതിയെ വെളിവാക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നത്. ദൈവം നമ്മുടെ വേദനയൊന്ന് നോട്ടീസ് ചെയ്യുക മാത്രമല്ല, അതിനെ അവൻ ട്രഷർ ചെയ്യുക. നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന കാര്യങ്ങൾ എന്തുവാ? വിലയുള്ള സാധനങ്ങൾ, അല്ലേ? വേറെ എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെക്കുമോ? ഇല്ല. വിലയുള്ളതിനെ നമ്മൾ സൂക്ഷിച്ച് ചെയ്ത് വെക്കും. അതുകൊണ്ട് മനസ്സിലാക്കണം, നിൻ്റെ ദുഃഖത്തിൽ, നിൻ്റെ ദണ്ണത്തിൽ, നിൻ്റെ വേദനയിൽ നീ പൊഴിക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളിയുടെയും റെക്കോർഡ് എൻ്റെ ദൈവം കീപ്പ് ചെയ്യുന്നുണ്ട്. നീ നടന്നു വരുന്ന നിൻ്റെ ആ ജേണി ഉണ്ടല്ലോ, ഈ ലോകത്തിലെ യാത്രയിൽ, ഈ ലോകയാത്രയിൽ ആ കണ്ണുനീര് നിന്നെ മാനിക്കാൻ തക്കവണ്ണം അവൻ ഉപയോഗിക്കും. വളരെ ശ്രദ്ധയോടെ അവൻ നിൻ്റെ വേദനയെ ഹോൾഡ് ചെയ്യും. കരുതലോടെ മാത്രമല്ല, വിത്ത് എമ്പതി. സിമ്പതിയല്ല, എമ്പതി. തന്നെയുമല്ല, അവിടെ ജഡ്ജ്മെൻറ്റും ഇല്ല. ലോകത്തിൽ മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരെല്ലാം ജഡ്ജ്മെൻറ്റിലാണ്. നാം ഒന്ന് കരഞ്ഞാൽ തന്നെ അതിനെത്ര വ്യാഖ്യാനമാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മൾ അകന്നു പോയാലും ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവം അകന്നു മാറത്തില്ല. അവൻ നമ്മുടെ നടുക്ക് ഉണ്ട്. അവൻ നമ്മെങ്കിലേക്ക് ചാഞ്ഞ് ഇറങ്ങി വരും. ആകാശം ചാഞ്ഞ് അവൻ ഇറങ്ങി വരും. എന്തിനാ? നമ്മുടെ വിഷയം കേൾക്കാൻ. കേൾക്കുക മാത്രമാണോ? ലോകത്തിലുള്ളവർ കണ്ടും കേട്ടും, അല്ലേ? കണ്ടും കാണാതെയും പോകുന്നവർന്നൊരു പാട്ടുണ്ട്. എന്നാൽ കർത്താവ് വരുന്നത് എന്തിനാണെന്നറിയാമോ? കാണാനും കേൾക്കാനും മാത്രമല്ല, ആ വിഷയത്തിനൊരു പരിഹാരം നമുക്ക് തരാനും വേണ്ടിയും കൂടാ കേട്ടോ. പ്രൈസ് ഗോഡ്. നമ്മൾ തകർന്നു പോയാലും മറന്നു പോയെന്ന് തോന്നിയാലും, കുഞ്ഞെ, നിന്നെ ആഴത്തിൽ അറിയുന്നുണ്ട്, നിന്നെ മുഴുവനായി കാണുന്നുണ്ട്, നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വേദന ആരും കാണാതിരുന്ന് നീ കരഞ്ഞൊരു സന്ദർഭം ഇപ്പോൾ നിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ആ സമയത്ത് നിൻ്റെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയായിരുന്നു? യേശു കർത്താവ് കണ്ണുനീര് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ടായിരുന്നോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇന്ന് ആ ചിന്ത നിന്നെ ഭരിക്കാൻ തുടങ്ങട്ടെ. ഇപ്പോഴും നീ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണുനീര്
അവൻ്റെ മുമ്പിൽ നീ പൊഴിക്ക്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയെ കെയർ ചെയ്യുന്ന ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ നീ എന്നെ കംഫർട്ട് ചെയ്യണേ, നിൻ്റെ സ്നേഹം കൊണ്ട് നീ എന്നെ കംഫർട്ട് ചെയ്യണേ, ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ദൈവവേദലേ? എന്ത് സാഡ് മെമ്മറി വന്നാലും, റിഗ്രറ്റ്സ് വന്നാലും, ഹൃദയവേദന വന്നാലും, ഹല്ലേലൂയ നീ ഓർത്തോണം, നിൻ്റെ കണ്ണുനീരൊക്കെ തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവം നിന്നെ മറന്നു കളയത്തില്ല. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി നിന്നെക്കുറിച്ചുള്ളത് ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും, പൂർണ്ണതയിലേക്ക് നടത്തുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 11:28, മാത്യു ചാപ്റ്റർ 11:28 ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സ്തോത്രം. റെസ്റ്റ് ഈസ് മോർ ദാൻ ജസ്റ്റ് ഡൂയിങ് നത്തിങ്. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതല്ല റെസ്റ്റ്, അതിനെ കഴിഞ്ഞ് വലുതാ കാര്യം. അതായത് ഇൻറ്റൻഷനലായിട്ട് നാം ചെയ്യുന്ന ചില കാര്യമാണ്. എന്തിനാ? നമ്മുടെ പ്രാണന് വേണ്ടി. കാരണം നമ്മൾ റെസ്റ്റും സ്ക്രോളിങ്ങും തമ്മിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യും അല്ലേ? നമ്മളെ റിഫ്രഷ്ഡായിട്ട് തീർക്കുന്നത് റെസ്റ്റാണ്. പക്ഷേങ്കിൽ നീ സ്ക്രോൾ ചെയ്തൊക്കെ ഇരുന്നാൽ നിനക്ക് തോന്നി റെസ്റ്റ് ചെയ്യുവാന്ന്. പക്ഷേ മനസ്സിലാക്കണം, നിൻ്റെ എനർജി ഡ്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടായിരിക്കുന്നത്. ഒഴിഞ്ഞു മാറിപ്പോകുന്നതും ഒരു ട്രൂ റെസ്റ്റ് അല്ല. എവിടെല്ലാം റീകണക്റ്റ് ചെയ്യണോ അവിടെയൊക്കെ റീകണക്റ്റ് ചെയ്തിട്ട് നീ സ്വസ്ഥമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ നീ റെസ്റ്റ് ചെയ്യണം. അതായത് നീ അതിന് സ്പേസ് ഉണ്ടാക്കണം. ക്രിയേറ്റ് സ്പേസ് ടു ബ്രീത്ത്, ടു ബി സ്റ്റിൽ ആൻഡ് ടു ലെറ്റ് ഹിം റീഫിൽ യു. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ ദൈവ പൈതലേ, ഒഴിഞ്ഞു കിടക്കുന്നതിനെയൊക്കെ ഒന്ന് റീഫില്ല് ചെയ്യണം. ശൂന്യതകൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് റീഫില്ല് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴത്തെ പ്രഷറിൽ നിന്ന് നീ ഒന്ന് നടന്ന് നീങ്ങിയിട്ട് നീ ചില കാര്യം പെർഫോം ചെയ്യണം. കാരണം അത് ചെയ്യുമ്പോൾ നീ തന്നെ ഓർത്തോണം, ദൈവം നിന്നിൽ നിക്ഷിപ്തമായി തന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിവിറ്റി ഉണ്ട്. വേണമെങ്കിൽ ടാലൻ്റ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് നിൻ്റെ മൂല്യത്തെ നിശ്ചയിക്കുന്നതാണ് കേട്ടോ. നീ വിലയുള്ളവനാ, നീ മാന്യനാ, നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് ദൈവം അതൊക്കെ നിനക്ക് തന്നത്. നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴും എല്ലാ കാര്യവും നമ്മൾ നമ്മുടെ തലമണ്ടയിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കഴിവിൽ നമ്മുടെ പ്ലാനിങ്ങിൽ അതിനെല്ലാം ഒതുക്കി നിർത്തിയിരിക്കുക, എന്നിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല നീ റെസ്റ്റ് ചെയ്യേണ്ടത്. യേശു പറഞ്ഞത് എന്തുവാ? ഭാരം ചുമക്കുന്നവരൊക്കെ എൻ്റെ അടുത്തോട്ട് വരാനാണ് പറയുന്നത്. എന്നിട്ട് ആ ഭാരമൊക്കെ അവൻ്റെ മേലെ അങ്ങിടണം കേട്ടോ. പ്രൈസ് ഗോഡ്. ഒരു നാപ്പ് എടുത്ത് പോകാനല്ല, ഒരു ബ്രേക്ക് എടുത്ത് പോകാനല്ല. നീ എഴുന്നേറ്റ് പോകുമ്പോൾ ഹല്ലേലൂയ, യു ഷുഡ് ഹാവ് ഏൺഡ് റെസ്റ്റ് ഫോർ യുവർ സോൾ. അങ്ങനെയുള്ള റെസ്റ്റ് നാം എടുക്കുമ്പോൾ നമുക്കൊരു റെസ്റ്ററേഷൻ വരും ഫ്രം ദ ഇൻസൈഡ് ഔട്ട്. ഹല്ലേലൂയ. എന്ത് റിഫ്രഷിങ് അപ്പോൾ അല്ലേ? ഞാൻ ചെയ്യട്ടെ. ഹല്ലേലൂയ. എങ്ങനെയുള്ളൊരു റെസ്റ്റാണ് ഈ കാലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫുള്ളി റിഫ്രഷ്ഡ് ആയ സമയം ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അതോ അതൊക്കെ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു എന്നാണോ നീ പറയുന്നത് കുഞ്ഞെ? കർത്താവിനോട് പറ, കർത്താവേ എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം, നീ അതിനെനിക്കൊരു ചെറിയ വഴി കാണിച്ചു തന്നു പ്രാർത്ഥിച്ച്. തീർച്ചയായിട്ടും ദൈവം നിനക്ക് റെസ്റ്റ് തരും. കർത്താവിനോട് പറ, ഞാൻ ക്ഷീണിതയാണ്, എൻ്റെ ഹൃദയത്തിനും എൻ്റെ മനസ്സിനും എനിക്ക് റെസ്റ്റ് ആവശ്യമാണ്, ഞാൻ നിൻ്റെ സമാധാനം യേശുപ്പച്ച ഒന്ന് അനുഭവിക്കട്ടെ എന്ന് പറ. തീർച്ചയായിട്ടും കുഞ്ഞെ അവൻ നിനക്ക് റെസ്റ്റ് തരിക തന്നെ ചെയ്യും. അത്ര നല്ലൊരു ദൈവത്തെ അല്ലേ നാം സേവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും നിൻ്റെ ഭാരങ്ങൾ അവൻ്റെ മേലോട്ടൊന്ന് റിലീസ് ചെയ്യാൻ തക്കവണ്ണം സമയം കണ്ടെത്തണം. നിൻ്റെ എല്ലാ ഭാരവും നിൻ്റെ ചുമലിൽ നിന്ന് അവൻ എടുത്തു മാറ്റും.
ഇസ്ൻ്റ് ഇറ്റ് അമേസിങ്? ഹല്ലേലൂയ. അതെന്ത് ഗുണം നിനക്ക് ചെയ്യുമെന്നറിയാവോ? പിന്നെയും മോർ അപ്പോയിൻമെൻറ്റ്സ് അവന് വേണ്ടി ഷെഡ്യൂൾ ചെയ്യുവാൻ നമ്മുടെ ദിവസത്തിൽ നമുക്ക് സാവകാശം കിട്ടും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധ്വാനം കാണുന്ന ദൈവമേ, ഞങ്ങളുടെ പരിശ്രമം കാണുന്ന ദൈവമേ, ഞങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമെന്നറിയുന്ന ദൈവമേ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു റെസ്റ്റ് ഞങ്ങൾക്ക് തരണമേ. ആ റെസ്റ്റിൽ കൂടി ഒരു സ്വസ്ഥതയും സ്ഥിരതയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ സൂക്ഷിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.